Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Okay, we can start. Who is going to do prayer? We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Signing, ma'am. Yeah, yes. Good, good morning, ma'am. Good morning, all of you. I am Asina. It's my privilege to deliver the sign in today's class. I hope today is a wonderful day to everyone. And today, our class is start with a wonderful prayer by Misha. And I am very pleasure to welcome our beautiful Miss Jisha ma'am for handling today's class, and also I glad to welcome my enthusiastic and energetic teammates to our class, and I hope you guys are being active and energetic in today's. I also thought invite Renu for today's thought. Thank you. Good morning, ma'am. Thought of the day. One small positive thought in morning can change your whole day. രാവിലെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും മാറ്റിമറിക്കും. താങ്ക് യു, മാം. Okay, fine. Okay, so yesterday it was wellness, right? ഇന്നലെ നമ്മൾ വെൽനെസ്സിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കിട്ടിയല്ലോ? കിട്ടിയായിരുന്നു. ഓക്കെ, സോ നമുക്ക് ബാക്കി നമ്മുടെ യൂണിറ്റ് 1 മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് തന്നെ കംപ്ലീറ്റ് ആവുമായിരിക്കും. സോ വി ഓൾ നോ അബൌട്ട് വാട്ട് ഈസ് ഹെൽത്ത്, വാട്ട് ഈസ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്. നമുക്ക് മനസ്സിലായി ഹെൽത്ത് എന്താണ്, ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണ്, വെൽനെസ് എന്താണ്. ബട്ട് ഇത് അറിയുക എന്നുള്ളത് മാത്രമല്ല, നമ്മളിത് ഈ നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് പൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യവതി ആവുകയുള്ളൂ എന്ന് പറയുന്നത്. കാരണം ഹെൽത്തിനെ കുറിച്ച് എനിക്ക് എല്ലാ അവയർനെസ്സും അറിയാം. എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം, എന്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയായിരിക്കണം, എനിക്ക് എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റിക്, പ്രഷർ, തൈറോയിഡ്, അങ്ങനെയുള്ള ചില ക്രോണിക് ഡിസീസസ് നമുക്ക് വരുമല്ലോ, ക്രോണിക് ഇൽനെസ്, അതിനനുസരിച്ച് ഞാൻ എങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സ് ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഹെൽത്ത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പോസിബിൾ ആവുള്ളൂ. പിന്നെ എന്റെ ഏജ് അപ്രോപ്രിയേറ്റ്, എന്റെ ആരോഗ്യം, ഹെൽത്തിനനുസരിച്ച് ഞാൻ ഏതൊക്കെ രീതിയിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസിനുള്ള മെത്തേഡ്സ് സ്വീകരിക്കണം. പിന്നെ അതുപോലെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക, വെൽ ബീയിങ്, വെൽനെസ്. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അതായിരുന്നു വെൽനെസ്സിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. ഞാൻ ഷെയർ ചെയ്യാം.
നമ്മൾ എവിടെ വരെ റീഡ് ചെയ്തു പോയി? എവിടെ വരെ റീഡ് ചെയ്തിരുന്നു? ഓർമ്മയില്ല. ഓക്കെ, വെൽനെസ് നമുക്കൊരു ടോപ്പിക് ഇവിടെ വരുന്നുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് അതിന്റെ താഴേക്ക് വരാം. ഓക്കെ, വെൽനെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ വെൽബീയിങ്, സ്പിരിച്വൽ വെൽബീയിങ്, മെന്റൽ വെൽബീയിങ്, എൻവിയോൺമെന്റുമായിട്ട് നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. എൻവിയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, അതെല്ലാമായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നതായിരുന്നു എൻവിയോൺമെന്റ് വെൽനെസ്. ഒരു പോസിറ്റീവ് ഹെൽത്ത് നമുക്ക് ഉണ്ടാവുക, നമ്മളുടെ കംപ്ലീറ്റ് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കെമിക്കൽ ആക്ഷൻസും നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മളുടെ ആക്ടിവിറ്റീസും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് വെൽനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെൽ ബീയിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആബ്സെൻസ് ഓഫ് ഇൽനെസ് മാത്രമല്ല, സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ് ആണ് ഹെൽത്ത് അല്ലെങ്കിൽ വെൽനെസ് എന്ന കാര്യത്തിനോട് നമ്മൾ പറയുന്നത്. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ് നമ്മളുടെ എവറി ഡേ, നമ്മുടെ റൊട്ടീൻ്റെ ഒരു ഭാഗമായിരിക്കണം ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഡെയിലി ബേസിസിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം ഹെൽത്തി ഹാബിറ്റ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ബെറ്റർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ആയിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇല്ല, ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് പറഞ്ഞതാണ്. നമ്മള് വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളതല്ല, നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ലൈഫ് ജീവിക്കുക. കുറേ വർഷക്കാലം നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുക എന്നുള്ളതല്ല. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ല നമുക്ക് ഇമ്പോർട്ടൻസ്, ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് നമുക്ക് നല്ല ഫിസിക്കൽ മെന്റൽ ഹെൽത്ത്, അതായിരിക്കണം നമുക്ക് വരുന്ന റിസൾട്ട്. അതിന് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ഒരു സക്സസ്ഫുൾ, ബ്ലൂമിങ്, ഫ്ലറിഷിങ്, ലൈവ്ലി ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും നമുക്ക് ഉണ്ടാകുക. ആ ലൈഫ് ക്വാളിറ്റി ഉള്ള ലൈഫായിരിക്കും. ചുമ്മാ കഷ്ടപ്പാട് ഇങ്ങനെ കുറെ വർഷങ്ങൾ ഇങ്ങനെ ബെഡ്രിഡനായിട്ട് ജീവിക്കുന്ന, അങ്ങനെ ക്വാണ്ടിറ്റി ലൈഫ് സ്പാനിന്റെ ഇയേഴ്സ് കൂടുന്നതിനേക്കാളും ക്വാളിറ്റി ഉള്ള ലൈഫ്, അസുഖങ്ങളൊന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവ് മൈൻഡോട് കൂടി ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഹെൽത്ത് ആൻഡ് വെൽനെസിന്റെ മെയിൻ ഔട്ട്കംസ്. ഓക്കെ, ഈ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരിക്കാനായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും, കുറെ എക്സസൈസുകൾ ചെയ്യും, കുറെ നമ്മളുടെ സൂംബ ചെയ്യും, ഡാൻസ് ഫോംസ് ഏതെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ജിമ്മിൽ പോകും, കാർഡിയോവാസ്കുലർ എക്സസൈസസ് എടുക്കും, ഓടാൻ പോകും, നടക്കാൻ പോകും, സ്വിമ്മിങ്ങിന് പോകും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലെ. ഇപ്പൊ ഡാൻസർ ആണെങ്കിൽ ഇപ്പൊ ശോഭനയൊക്കെ ഒരു ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും മണിക്കൂറുകളോളം. അത് അവരുടെ ഒരു ഹെൽത്തി ബോഡിക്ക് ഏറ്റവും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഓരോരുത്തരും അവരുടെ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളിത് ശ്രദ്ധിക്കുവാണെങ്കിൽ എന്തെല്ലാം നമുക്ക് ദിവസവും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വീട്ടിലും ചെയ്യുന്നുണ്ടാവും, പുറത്തും ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിനുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ യോഗ, മെഡിറ്റേഷൻ, നമ്മുടേതായ രീതിയിലുള്ള പ്രെയർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കര ഒരു ആശ്വാസം, ഒരു സമാധാനം, സന്തോഷമൊക്കെ കിട്ടുമല്ലോ. അപ്പൊ നമ്മളുടെ മെന്റൽ ഹെൽത്തും അതിനനുസരിച്ച് നമ്മൾ അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നോക്കാം ഫിസിക്കൽ ഫിറ്റ്നസിലൂടെ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഫസ്റ്റ് 2 പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കാണുന്നുണ്ട്. ഫസ്റ്റ് 2 പോയിന്റ്സ് ആരാ വായിക്കും? Ma'am, strength. Health-related component of physical fitness that relates to the capacity of the muscle to exert force. Endurance, a health-related component of physical fitness that relates to the muscle's ability to continue to perform without weakness. Okay. So for
1 സ്ട്രെങ്ത് അല്ലെ, ഒരു 10 kg ഒരു റൈസ് സാക്ക് എനിക്ക് ലിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 5 minutes അത് പിടിച്ചുകൊണ്ട് എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടെത്തിക്കണം. എനിക്ക് അതിന് സ്ട്രെങ്ത് വേണം. അപ്പൊ അതാണ് ഹെൽത്ത് റിലേറ്റഡ് കമ്പണന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ദാറ്റ് റിലേറ്റ്സ് ടു ദ കപ്പാസിറ്റി ഓഫ് ദി മസിൽ ടു എക്സേർട്ട് ഫോഴ്സ്. നമുക്ക് ആ ഒരു ഫോഴ്സ് കൊടുക്കാനായിട്ട് നമ്മുടെ മസിൽസിനുള്ള കപ്പാസിറ്റിയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ചില കാണുന്നില്ലേ, ഭയങ്കര വെയിറ്റ് ഉള്ള സാധനമൊക്കെ ലിഫ്റ്റ് ചെയ്ത് എന്തിലേക്കെങ്കിലും കയറ്റുന്നു, അങ്ങനെ പലതും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ പണ്ടൊക്കെ ഈ തടി ഇങ്ങനെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് എലിഫന്റ്സിനെ യൂസ് ചെയ്തിരുന്നു അല്ലെ. സോ അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു ആനിമൽ ആണ്. അതുകൊണ്ടാണ് അത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങൾ അതിന് വളരെ നിഷ്പ്രയാസം ആ ഒരു ഇങ്ങനെ ലിഫ്റ്റ് ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നത്. ആ തുമ്പിക്കൈ വെച്ചുകൊണ്ട് പുഷ് ചെയ്യുന്നത് കാണാം അല്ലെ, കാലുകൊണ്ടോ അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പുഷ് ചെയ്തെടുക്കുന്നതായിട്ട് കാണും. സോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ മസിൽസിന്റെ കപ്പാസിറ്റിയാണ്, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനുള്ള മസിൽസിന്റെ കപ്പാസിറ്റി. എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, സ്റ്റാമിന എന്നൊക്കെ പറയില്ലേ, ആണ് എൻഡുറൻസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന് വീക്ക്നെസ് ഒന്നുമില്ലാതെ കണ്ടിന്യൂസ്ലി പെർഫോം ചെയ്യാൻ പറ്റുക. ഇപ്പോ ഞാനിപ്പം ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും ഒരു 5 minute ആകുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടയർഡായി പോകും. ചിലപ്പോൾ ലൗലി ചിലപ്പോ അതൊരു ഹാഫ് ആൻ അവർ ആ ജോബ് ചെയ്താലും ടയർഡ് ആവില്ല. അപ്പൊ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്റ്റാമിനയുടെ ഡിഫറൻസ് ആണ്. എൻഡുറൻസ് എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം വിത്തൗട്ട് വീക്ക്നെസ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി, നമ്മുടെ മസിൽസിന്റെ എബിലിറ്റി തന്നെയാണത്. അതിനെയാണ് എൻഡുറൻസ്. സ്റ്റാമിന, മസിൽ പവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു സർവൈവലിന്റെ ഒക്കെ ഒരു രീതിയാണ്. ചിലരൊക്കെ കുറച്ച് 5 minutes ആകുമ്പോഴേക്കും ക്ഷീണിച്ച് തളർന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് ലേബർ വർക്ക് ചെയ്യുന്നവര് മോർണിംഗ് ടു ഈവനിങ് ഒരു കണ്ടിന്യൂസ്ലി ഇങ്ങനെ വർക്ക് ചെയ്യായിരിക്കും. അവർക്ക് അതിനുള്ള സ്റ്റാമിന ഉണ്ടാവും. ഈ സ്റ്റാമിനയും വണ്ണവും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല കേട്ടോ. വളരെ മെലിഞ്ഞ ഒരാൾ ഒരു പക്ഷെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ഒക്കെ എക്സേർട്ട് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ അയാൾ അങ്ങനെ ഇരുന്നാലും ഭയങ്കര സ്റ്റാമിനയാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് എൻഡുറൻസ്. നെക്സ്റ്റ് കംസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്പീഡ്. ആരാണ് റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം മാം. ഹലോ. യെസ് പ്ലീസ്. Flexibility, a health-related content of physical strength that relates to the range of motion available at a job. Then speed, a skill-related component of physical strength that relates to the capacity to perform a movement within a short period of time. സോ ഫ്ലെക്സിബിലിറ്റി, നമ്മൾ പറയില്ലേ ചില ആളുകളെ കാണുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അവർ മെന്റലി സൈക്കോളജിക്കലി ആൻഡ് ഫിസിക്കലി രണ്ടും കൊണ്ട് ഫ്ലെക്സിബിൾ. ചിലരോട് സംസാരിക്കുമ്പോൾ ആള് വളരെ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇത് ഫിസിക്കലി ഉള്ള ഫ്ലെക്സിബിലിറ്റി ആണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ടാസ്ക്, ഒരു ജോബ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു മോഷൻ, ഫോർ എക്സാമ്പിൾ ശോഭനയുടെ എൻഡുറൻസ്. ഓക്കെ, എൻഡുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളതിന്റെ സ്റ്റാമിന എന്നൊക്കെ നമ്മൾ പറയില്ലേ, വിത്തൗട്ട് വീക്ക്നെസ്, ക്ഷീണമില്ലാതെ കണ്ടിന്യൂസ്ലി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി, നമ്മളുടെ മസിൽസിന് ആ ഒരു വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ആണല്ലോ മൂവ് ചെയ്യുന്നത് അല്ലെ, വർക്ക് ചെയ്യുമ്പോൾ മസിൽസ് ആണ് മൂവ് ചെയ്യുന്നത്. നമ്മുടെ മസിൽസ് മൂവ്മെന്റ് നമുക്ക് 2 രീതിയിലുണ്ട്. മസിൽസ് മൂവ്മെന്റ് 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ജനിച്ച ഉടനെ നമ്മുടെ ലാർജ് മസിൽസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യും. കുട്ടികൾ കമഴ്ന്ന് വീഴുന്നു, തല പൊക്കി പിടിക്കുന്നു, മുട്ടിലെഴയുന്നു, അല്ലാതെ എഴയുന്നു, പിടിച്ചു നിൽക്കാൻ നോക്കുന്നു, നടക്കുന്നു, ഓടുന്നു, സ്റ്റെപ്പ് കയറുന്നു. ഇതെല്ലാം ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ്. അപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് ആദ്യം നടക്കുന്നത്. ദാറ്റ് ഇസ് ഗ്രോസ് മോട്ടോർ സ്കിൽ, GROSS ആണ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ്. അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ അതിന്റെ ഗ്രോസ് മോട്ടോർ സ്കിൽ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ കുഞ്ഞ് ജനിച്ച ഉടനെ ഈ വലിയ വലിയ മസിൽസിന്റെ, ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ഇനി കുട്ടി കുറെ പ്രായം കഴിയുമ്പോഴാണ് സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതിനെ ഫൈൻ മോട്ടോർ സ്കിൽസ്, കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന സമയം കുറച്ചുകൂടെ ഏജ് ആയിട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മൾ കുഞ്ഞ് ജനിച്ച സമയത്ത്
കുഞ്ഞിന് എന്താ വാങ്ങിച്ചു കൊടുക്കുക? അങ്ങനെ കിളിക്കാൻ പെട്ടി, റാറ്റിൽസ് ആണല്ലേ വാങ്ങിക്കൊടുക്കുന്നത്. സോ നമ്മളിങ്ങനെ അതിങ്ങനെ അതുകൊണ്ട് പല ഉദ്ദേശമുണ്ട്. അത് ആളുടെ കേൾവിക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒരു ചെക്ക് ചെയ്യലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അവര് ആ ഒരു മന്ത്സ്, ആ ഒരു ആദ്യത്തെ മാസങ്ങളിലൊക്കെ അപ്പൊ ഇതിങ്ങനെ കൈയെത്തി പിടിക്കാനൊക്കെ ആയിട്ട് നോക്കും അല്ലെ. പിന്നെ ഇവരിങ്ങനെ കമിഴ്ന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴയാൻ തുടങ്ങുമ്പോ ഇവിടെ ബെഡിൽ ഈ റാറ്റിൽ കിടക്കുമ്പോ ഈ റാറ്റിൽ എടുക്കും, ഒരു പിക്ക് ചെയ്യും റാറ്റില്. ബട്ട് ശ്രദ്ധിച്ചറിയാം, പെട്ടെന്ന് തന്നെ അത് താഴെ വീഴും, വീണ്ടും എടുക്കും താഴെ വീഴും, വീണ്ടും എടുക്കും താഴെ വീഴും. അപ്പൊ ഇവർക്ക് അത് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് വേണം. ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ചെറിയ പ്രായത്തിൽ കുറവാണ്. അതായത് ഫൈൻ മോട്ടോ സ്കിൽസ് ആണ് ഹോൾഡിംഗ് കപ്പാസിറ്റി. ഒരു സാധനം എടുക്കുക എന്നുള്ളത് അവരുടെ ലാർജ് മസിൽസിന്റെ കപ്പാസിറ്റിയാണ്. ദാറ്റ് ഇസ് ഗ്രോസ് മോട്ടോ സ്കിൽ. ആ എടുത്ത സാധനം എത്ര നേരം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നു, ദാറ്റ് ഇസ് ഫൈൻ മോട്ടോ സ്കിൽസ്. എനിക്കൊരു 10 കിലോന്റെ അരി എനിക്ക് പിടിക്കാനായിട്ട് പറ്റും, ദാറ്റ് ഇസ് ഗ്രോസ് മോട്ടോ സ്കിൽസ്. ബട്ട് ആ ഇത് പിടിച്ച് എത്ര സമയം എനിക്ക് നിൽക്കാൻ പറ്റും, കൈ കഴക്കാതെ എത്ര സമയം നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഫൈൻ മോട്ടോ സ്കിൽസ്. ദാറ്റ് ഇസ് എൻഡുറൻസ്, സ്റ്റാമിന. വിത്തൗട്ട് വീക്ക്നെസ് ഒരു ടാസ്ക് എത്ര നേരം ചെയ്യാൻ പറ്റുന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളിലെ ഈ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ശരിക്കും ആക്റ്റീവായി തുടങ്ങുന്നത് 3 years ഒക്കെ ആവാറാകുമ്പോഴാണ്. കാരണം അവര് ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് കുറേ നേരം പിടിക്കണം. ആ ഫൈൻ മോട്ടോ സ്കിൽസ് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് പെൻസിൽ പിടിക്കാൻ പറ്റുന്നത്. പെൻസിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് തന്നെ വേണം. അപ്പൊ ഫിംഗേഴ്സിലെ ഏറ്റവും സ്മോൾ മസിൽസ് ആണ് ഇതിന്റെ ഡെവലപ്മെന്റ്, അതായത് ഫൈൻ മോട്ടോ സ്കിൽസ്. ഇത് നടക്കണം. അപ്പോഴാണ് ഒരു കുട്ടിക്ക് പെൻസിൽ പിടിച്ച് ഇപ്പോ മോർണിംഗ് തുടങ്ങി ഈവനിങ് വരെ സ്കൂളിൽ ഇരിക്കുക, എഴുതുവാണെങ്കിൽ അത്രയും ടൈം ആ കുട്ടിക്ക് ആ പെൻസിൽ പിടിക്കാൻ പറ്റണം അല്ലെ. പക്ഷെ കുഞ്ഞുങ്ങൾ പറയണ കേട്ടിട്ടില്ലേ, കൈ കഴിക്കുന്നു. ശരിക്കും അവർക്ക് കൈ വേദന എടുത്തിട്ട് തന്നെയാണ് അവരത് പറയണേ. അവർക്ക് അത്ര സമയമൊന്നും ഹോൾഡിങ് കപ്പാസിറ്റി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പറയുന്നത് KG സെഷനിലെ കുട്ടികളെ കുറേ സമയം എഴുതിപ്പിക്കും. കൈ പിടിച്ച് എഴുതിക്കുന്നതാണ് ഏറ്റവും വലിയ ടഫായിട്ടുള്ള കാര്യം. ഒരിക്കലും കുഞ്ഞുങ്ങളെ കൈ പിടിച്ച് എഴുതിക്കരുത്. കൈ പിടിച്ച് എഴുതിക്കുക ഇഫ് ദ കിഡ് ഡിമാൻഡ്സ്. ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ചില കുട്ടികൾക്ക് കയ്യിലൊന്ന് തൊട്ടാൽ മതി, അവർ എഴുതിക്കോളും. നമ്മളായിട്ട് കയ്യിൽ ഇങ്ങനെ മുറുക്കം പിടിച്ച് ഇങ്ങനെ എഴുതിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേദന എടുക്കുകയുള്ളൂ. കൊച്ചു വിരലുകളല്ലേ, കുഞ്ഞു കൈയല്ലേ, അതൊക്കെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ടച്ച് ചെയ്യാം. കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ കയ്യിലൊന്ന് പിടിക്കാൻ പോകുന്നു, അവർ പറയുവാണെങ്കിൽ ചിലർ പറയും പിടിക്കണ്ട ഞാൻ തന്നെ എഴുതിക്കോളാം എന്ന് പറയും. മേ ബി അവര് കാക്കിരി കൂട്ടിയൊക്കെ ആയിരിക്കും എഴുതി വെക്കുന്നത്, പിടിക്കണ്ട, ലെറ്റ് ദം ഡു. ആദ്യം അവർക്ക് അതുകൊണ്ടാണ് ഈ ക്രയോൺസ്, പിന്നെ നമ്മുടെ സ്ലേറ്റിലൊക്കെ എഴുതുന്ന പെൻസിൽസ് ഇല്ലേ, അതൊക്കെ ആദ്യം കൊടുക്കുന്നത്. പിന്നെ ഒരു ക്ലാസ് ആവുമ്പോഴല്ലേ പിന്നെ പെൻസിൽ കൊടുക്കും. പിന്നെ കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോഴാണ് പെൻ അവർ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അവരുടെ ഹോൾഡിംഗ് കപ്പാസിറ്റി, ഫൈൻ മോട്ടോർ സ്കിൽസ് അപ്പോഴാണ് ഡെവലപ്പ് ആകുന്നത് കൂടുതലും. അങ്ങനെയാണ് അവരിൽ ആ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ ആയുധം, ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്, അവരുടെ ഒരു ഉപകരണം എന്ന് പറയുന്നത് ഹാൻഡ് ആണ്. കൈകൊണ്ട് അവരിങ്ങനെ പല പല ആക്ടിവിറ്റീസ് ചെയ്യും. കാരണം അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആകുന്ന ടൈമാണ്. അപ്പൊ കൈകൊണ്ട് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് കൂടുതൽ അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അവരുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അവർ പലതും പല ആക്ടിവിറ്റീസും ചെയ്യാം. അപ്പൊ പെട്ടെന്ന് തന്നെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആയി തുടങ്ങും. ഓക്കെ, ഈ എൻഡുറൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാമിനയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കില്ലും നമുക്ക് ത്രൂ ഔട്ട് ദ സബ്ജക്ട് നമുക്ക് വേണ്ടി വരും. കാരണം മറിയ മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്ന മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഓരോരോ പർപ്പസ് ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. വിരല് കൊണ്ട് ട്രേസ് ചെയ്യുക, നമ്മൾ മണ്ണിലൊക്കെ എഴുതില്ലേ, അതുപോലെ സാൻഡ് പേപ്പർ കൊണ്ടാണ് ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനൊരു റഫ്നെസ് ഉണ്ടല്ലോ, സാൻഡ് പേപ്പർ അറിയാലോ, നമ്മൾ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. നമ്മൾ വീടൊക്കെ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് സർഫസ് ക്ലീൻ ആക്കാൻ വേണ്ടി, റഫായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉരയ്ക്കുന്ന ഒരു തരം ഷീറ്റ് കണ്ടിട്ടുണ്ടാവുള്ളൂ. ഈ സാൻഡ് പേപ്പർ നമ്മളെല്ലാരും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആട്ടോ. നിങ്ങൾ ഉണ്ടാക്കേണ്ട പ്രാക്ടിക്കൽ മെറ്റീരിയൽസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്
മോണ്ടിസോറി മെറ്റീരിയൽസിലെ പലതും നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അത് ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞു തരും ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയലില് മറിയ മോണ്ടിസോറി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. സാൻഡ് പേപ്പർ നമുക്ക് ഈ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെ വിലയൊന്നുമില്ല. ഒരു A4 ഷീറ്റിന് എങ്ങാണ്ട് 20 രൂപയാണ് കേട്ടോ. പിന്നെ പല ടൈപ്പ്, ഇതിനൊരു നമ്പറാ കൊടുക്കുന്നത്. സാൻഡ് പേപ്പറിന്റെ റഫ്നെസ്സിനനുസരിച്ച് ഓരോരോ നമ്പറാണ്. 120, 80, 50 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പേഴ്സ്. നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ റഫ്നെസ് കൂടുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് റഫ്നെസ് കൂടിയതാണ് താല്പര്യം. കാരണം നമ്മുടെ ഒരു ബാച്ചിലെ ഒരു കുട്ടി 2 റഫ്നെസ് കുറഞ്ഞതും റഫ്നെസ് കൂടിയ ഷീറ്റും വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഇത് അതിന്റെ മോൻ 3-3.5 വയസ്സുള്ള മോനാണ് കേട്ടോ. ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരാൻ പറ്റുന്ന ഏജിലുള്ള മോൻ. ആ മോന്റെ മുൻപില് 2 വെച്ചു കൊടുത്തു. 2 വെച്ചു കൊടുത്തിട്ട് കൈ അതിൽ ടച്ച് ചെയ്യിച്ചു. അപ്പൊ കുട്ടി ആദ്യം റഫ്നെസ് കുറഞ്ഞ ഷീറ്റിൽ ടച്ച് ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് റഫ്നെസ് കൂടിയതിൽ ടച്ച് ചെയ്തു. പക്ഷെ അവൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് റഫ്നെസ് കൂടിയതിലായിരുന്നു. അവന് കുറെ കൂടെ അതാ ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഈ ഫിംഗർ ടിപ്സിൽ അതിന്റെ ഒരു റഫ്നെസിന്റെ ഒരു ടിംഗ്ലിംഗ് എഫക്ട് വരും. അവർക്ക് ഭയങ്കര എൻജോയ് ചെയ്യും അത്. അങ്ങനെ റഫ്നെസ് വരും. നമ്മൾ വൺസ് അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്തിനാ ഈ റഫ് ആയിട്ടുള്ള പേപ്പറിൽ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ കട്ട് ചെയ്യുന്നതെന്ന്. ആൽഫബറ്റ്സും നമ്പേഴ്സ് 0 to 9 എന്നുള്ള രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം. എന്തിനാ ഇങ്ങനെ കട്ട് ചെയ്യണേന്ന് വിചാരിക്കും. അങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഷേപ്പിൽ ഇപ്പൊ 2 എന്നുള്ള നമ്പർ നമുക്ക് അങ്ങനെ കിട്ടുന്നു. അപ്പൊ കുട്ടികൾ ആ 2 ഇങ്ങനെ ട്രേസ് ചെയ്യും. അങ്ങനെയാണ് അവര് നമ്പേഴ്സും അതുപോലെ A എന്നുള്ള ആൽഫബറ്റ് എയിലൂടെ ഇങ്ങനെ ട്രേസ് ചെയ്യും. ഞാൻ ആകെ ക്യാപിറ്റൽ ലെറ്ററും നമ്പേഴ്സും മാത്രമായിട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ പല ബാച്ചിലെ കുട്ടികളും സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ മലയാളം അക്ഷരങ്ങൾ വരെയും കട്ട് ചെയ്തു സാൻഡ് പേപ്പറിൽ. കാരണം സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ എല്ലാവരും കൊണ്ടുപോയി സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിരുന്നു അതിന് മുമ്പ് തന്നെ. എല്ലാവരും വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്യണം. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെയധികം റിസൾട്ട് ഉള്ളതാണെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ എന്നോട് ഭയങ്കര മിസ് ചെയ്ത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ പേപ്പർ കട്ടർ വെച്ചിട്ട് ആ ഷേപ്പ് ഇങ്ങനെ ട്രേസ് ചെയ്ത് അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. നല്ല ബുദ്ധിമുട്ടാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് പിന്നെയും പറ്റുമായിരിക്കും. ഈ സ്മോൾ ലെറ്റേഴ്സ് ഒത്തിരി കേർവ്ഡ് ആണല്ലോ. മലയാളം ആയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യും. പക്ഷെ ഇവരതെല്ലാം ട്രേസ് ചെയ്ത് വെച്ചു. ഷീറ്റിൽ ട്രേസ് ചെയ്തിട്ട് അതിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ എൻ ചെയ്തതാ. എന്നിട്ട് ഏതെങ്കിലും ഒരു കാർഡ്ബോർഡിൽ ഒട്ടിക്കണം. ഞാനിപ്പോ ഒരു ചാർട്ട് പേപ്പറിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. നല്ല ബാക്ക്ഗ്രൗണ്ട് കളറുള്ള ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാർഡ്ബോർഡ് പീസസിലേക്ക് ഒട്ടിക്കാം. ഇതിപ്പോ എന്റെ ഒരു കൈവെള്ളയിൽ ഇരിക്കുന്ന ആ ഒരു സൈസാണ്. ഇത്തിരി വലുപ്പം വേണം. ഈ ഒരു സൈസ് ആയാലും മതിയാവും. അപ്പൊ ഇത് എന്നിട്ട് നല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലെന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കട്ടിയുള്ള ബോർഡുകൾ കിട്ടുമല്ലോ പാക്കിങ്ങിലൊക്കെ. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ബാക്കിൽ ഒട്ടിച്ചാൽ മതി. ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾ ഇപ്പോൾ കയ്യിലെടുക്കുമ്പോൾ കീറാനും അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട്. ഒന്ന് സെക്യൂർ ചെയ്യാനാണ് നമ്മൾ കാർഡ്ബോർഡിൽ വെക്കാന്നുള്ളത്. കാർഡ്ബോർഡ് ആകുമ്പോൾ നല്ലപോലെ ഇരിക്കും. ഞാനിപ്പോ കാർഡ്ബോർഡിലൊന്നും ഒട്ടിച്ചിട്ടില്ല, ചാർട്ട് പേപ്പർ തന്നെയാണ്. അപ്പൊ ഇതില് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ ഈ ലെറ്ററിന്റെ ഇതിലൂടെ ഇങ്ങനെ ട്രേസ് ചെയ്യാനായിട്ട് കാണും. അത് ടീച്ചിങ് പ്രാക്ടീസിന് നമ്മുടെ എല്ലാ ട്രെയിനീസും പോയപ്പോ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര വിഷമമൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞത് കാരണം അവരെല്ലാരും അത് ചെയ്തു. സാൻഡ് പേപ്പറില് കളർ ചെയ്തേക്കണേണോ? ബ്ലാക്ക് കളറിലെ സാൻഡ് പേപ്പർ കിട്ടും നമുക്ക്? എനിക്കിത് കിട്ടിയതാണ്. ഞാൻ സാൻഡ് പേപ്പർ കിട്ടിയത്. ഓക്കെ, എനിക്കിത് കിട്ടിയതാണ് കേട്ടോ. ഈ കളറിലുള്ളത് കിട്ടിയത്. കളർ ചെയ്തിട്ടൊന്നുമില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എനിക്ക് ക്യൂട്ട് മോളുടെ ശബ്ദം കേട്ടിട്ട്. മോനാണോ? രശ്മി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ചക്കപ്പഴം കിട്ടിയെന്ന് തോന്നുന്നു വീട്ടില്. അയ്യോ, എന്റെ കൈ തട്ടി മ്യൂട്ട് മാറിയതാ, ഞാൻ അറിഞ്ഞത് പോലുമില്ല എന്റെയാന്ന്. കുഴപ്പമില്ല. അമ്മയ്ക്ക് വേണോന്ന് പറഞ്ഞ് വന്ന് ചോദിക്കണം. മോനാണോ? മോള് ഞങ്ങൾ ഇന്നലെ ദുബായിന്ന് വന്നേ ഉള്ളു. വന്ന സന്തോഷത്തിന് അമ്മ കൊടുത്തതായിപ്പോ. ശരി. എത്ര ദിവസം ഉണ്ട് നാട്ടില്? എന്റെ ബുക്സ് ഒക്കെ ഇവിടെ വന്നായിരുന്നു. അപ്പൊ അതൊന്ന് കളക്ട് ചെയ്യണം. അങ്ങനെ എനിക്ക് എക്സാം ഉണ്ട് മറ്റന്നാ. അതെല്ലാം കഴിഞ്ഞിട്ടേ എനിക്ക് പോത്തുള്ളൂ. അവിടെ ദുബായിൽ തന്നെയാണോ? അവിടെ സെറ്റിൽഡ് ആണോ? ഞാൻ 12 വർഷം കൊണ്ട് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം ജോലി റിസൈൻ ചെയ്തിട്ട്
ഞാൻ ലീഗൽ ഫീൽഡാണ്. ഞാൻ ആക്ച്വലി അഡ്വക്കേറ്റ് ആണ്. അപ്പം ഈ കോഴ്സ് കണ്ടപ്പോ എനിക്ക് BEd ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് പിന്നെ 2 years ആയി നടന്നില്ല. അപ്പൊ പിന്നെ ഞാനോട് എങ്കിൽ പിന്നെ ഇത് ചെയ്യാമെന്ന് ഓർത്തു. So I think this is life turning point of your life. Thank you so much. Thank you so much. എന്നാ രശ്മി തിരിച്ചു പോന്നേ? എനിക്ക് ലീഗൽ അസിസ്റ്റന്റ് എക്സാം ഉണ്ട്. അതിന്റെ ഡേറ്റ് വന്നിട്ടില്ല. അതും കൂടെ കഴിഞ്ഞിട്ടേ പോത്തുള്ളൂ. എന്തായാലും പോയിട്ട് പിന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് വരവുണ്ടാവില്ലല്ലോ ഉടനെ? ഇല്ല, കാരണം എനിക്ക് പോയ ഉടനെ ഒരു വരവ് കാണുകയല്ല. കാരണം ഞാൻ വേറൊരു കാര്യം പറയാനാണേ, നമ്മുടെ ഇതുപോലെ തന്നെ ഗൾഫിൽ പുറത്തുള്ളവർക്കൊക്കെ അവര് ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു. വേറെ ഒന്നുമല്ല, നമ്മൾക്ക് 5 റെക്കോർഡ് എഴുതണം. ഗൾഫിലൊന്നും അത് കിട്ടുന്നില്ല. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ടൈപ്പ് റെക്കോർഡ്സ് കിട്ടുന്നില്ല. അപ്പൊ രശ്മി പോകുന്നതിന് മുമ്പ് അതും കൂടെ വാങ്ങിക്കൊണ്ട് വരും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എഴുതാൻ തുടങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു 1 month കൂടെ ഒക്കെ കഴിയുമ്പോഴേ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വരുള്ളൂ. പോകുമ്പോ റെക്കോർഡ്സ് വാങ്ങിച്ചിട്ട് പോകണം. 5 എണ്ണം വാങ്ങണം. എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട് എന്റെ കൂടെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി കൂടെ വാങ്ങിച്ചോണ്ട് പോവാം. ശരി. അപ്പൊ അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അവിടെ അവൈലബിൾ അല്ലാന്ന് കിട്ടും. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഒരു 90, 100, 120 മാക്സിമം അത്രയൊക്കെ വരുന്ന ഒരു റെക്കോർഡ് ബുക്കാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം ഒരു 120 പേജസ് ഉണ്ടായിരുന്നു. പേജസ് 2 സൈഡ് കൂടെ ചേർത്തിട്ടാണ്. നിങ്ങൾ വാങ്ങേണ്ടത് 2 ടൈപ്പ് റെക്കോർഡ് ബുക്കാണ്. റെക്കോർഡ് ബുക്ക് നമുക്ക് അറിയാലോ, നമ്മുടെ സയൻസ് സ്റ്റുഡൻസ് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒക്കെ എഴുതുന്ന റെക്കോർഡ്സ് ഇല്ലേ, നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പ്രീഡിഗ്രി ആയിരുന്നു, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 2 ടൈപ്പ് റെക്കോർഡ് ഉണ്ട്. 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ളതും ഉണ്ട്. ഒരു സൈഡ് റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും ഉണ്ട്. നമുക്ക് 3 എണ്ണം റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും വേണം. 3 എണ്ണം. 2 എണ്ണം 2 സൈഡും പ്ലെയിൻ ആയാൽ കുഴപ്പമില്ല. റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ എന്ന് പറയാൻ കാരണം നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതുന്നതിന്റെ പിക്ചർ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കോ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യും. പിന്നെ 2 എണ്ണം ഞാൻ 2 സൈഡ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതാൻ കാര്യമായിട്ടൊന്നുമില്ല, കംപ്ലീറ്റ് പിക്ചർ ഒട്ടിക്കില്ല. അപ്പൊ നമുക്ക് ഈ ലൈൻ പോകുന്നതിന്റെ മുകളിലൂടെ പിക്ചർ ഒട്ടിക്കുമ്പോ കാണാൻ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് 2 എണ്ണം 2 സൈഡും പ്ലെയിൻ വാങ്ങിക്കാൻ പറഞ്ഞത്. മറ്റേ 3 എണ്ണം നമുക്ക് എഴുതാനുണ്ട്. ഒരു സൈഡ് റൈറ്റ് സൈഡ് റൂൾഡ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആയിരിക്കും. പിന്നെ ചില കുട്ടികൾ പറഞ്ഞു എല്ലാം പ്ലെയിൻ ആയിട്ട് ഷോപ്പിൽ അവൈലബിൾ ല്ലേ. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല പ്ലെയിനിലൂടെ എഴുതാൻ. ഞാൻ അങ്ങനെ കുട്ടികൾ തന്നെ പറഞ്ഞൊരു സജഷനാണ്, അങ്ങനെ കിട്ടുവാണെങ്കിൽ 2 പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെ വാങ്ങിച്ചോളൂ. എന്നിട്ടൊരു റൂൾഡ് പേപ്പർ നമ്മൾ എഴുതുന്നതിന്റെ അടിയിൽ വെക്കുമ്പോൾ ഇതിന്റെ ഒരു ഷെയ്ഡ് ഇംപ്രഷൻ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ എഴുതാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് 5 റെക്കോർഡ്സ് വേണം. 5 റെക്കോർഡില് 3 എണ്ണം റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളതും, ബാക്കി 2 എണ്ണം 2 സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളത്. കാരണം 2 ബുക്കിന് നമുക്ക് കംപ്ലീറ്റ് പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ വരയ്ക്കാനോ അത് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക്, വരയ്ക്കാൻ അറിയുന്നവർക്ക് ഫ്രീ ഹാൻഡ് വരയ്ക്കാം, ട്രെസ് ചെയ്യാം. തുടങ്ങിയത് കാരണം ഞാൻ പതുക്കെ പറയാലോ. പുറത്താന്ന് കേട്ടപ്പോ പറഞ്ഞതാ. ഇനിയിപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ബാച്ചിലും ഇത് പറഞ്ഞേക്കാം. കാരണം ഗൾഫ് കൺട്രീസിലുള്ള കുട്ടികൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു. അവര് സാധാരണ എന്തോ ഒരു ടൈപ്പ് നോട്ട്ബുക്ക് അവിടെ കിട്ടും, അതിലാണ് അവർ എഴുതാറ്. നോട്ട്ബുക്കിനേക്കാളും റെക്കോർഡ് ബുക്കാണ് നല്ലത്. കാരണം ഞാനൊരു 8 years ബാക്കാണ് ഈ കോഴ്സ് ചെയ്തത്. എനിക്ക് ഇപ്പോഴും അതുപോലെ അന്വേഷിക്കും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാരും കേട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഓക്കെ, യെസ് പ്ലീസ്. അവിടെ നിന്ന് കിട്ടുമോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കണോ? എവിടെ നിന്ന് കിട്ടുന്നു? അല്ല, ഈ കോഴ്സ് പഠിക്കുന്ന സെന്ററിൽ നിന്ന് കിട്ടുമോ അല്ലെങ്കിൽ വാങ്ങിക്കണോ? നമ്മള് പേപ്പർ മാർട്ട് ബുക്ക് സ്റ്റോളുകളൊക്കെ ഇല്ലേ, അവിടെ നിന്ന് വാങ്ങണം. അപ്പൊ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു 60 rupees തുടങ്ങി 120 റേഞ്ച് വരെ ഉള്ളതാണ്. അപ്പൊ കുറേ പേജ് ഉള്ളത് നിങ്ങൾ വാങ്ങണ്ട. ഒരു 120 pages അത്രയുള്ളത് വാങ്ങിയാൽ മതി. കാരണം ചിലര് വലിയ റെക്കോർഡ് വാങ്ങിച്ചു, ഭയങ്കര കോസ്റ്റ്ലി ആയി, അത് ഒത്തിരി വലുതാണ്. പറഞ്ഞിരിക്കുന്ന കണ്ടന്റിന്റെ എഴുതി വന്നപ്പോഴേക്കും പകുതി പോലും വേണ്ടി വന്നില്ല പേജസ്. അപ്പൊ എന്നോട് ചോദിച്ചു 2 ടോപ്പിക്കും, അതായത് 2 റെക്കോർഡും കൂടെ 2 റെക്കോർഡിന്റെ ഡീറ്റെയിൽസും കൂടെ ഒരു റെക്കോർഡിൽ എഴുതട്ടെ എന്ന് ചോദിച്ചു. എനിക്കത് കുഴപ്പമില്ല,
നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെയാണ് ഒരു സർട്ടിഫിക്കറ്റ് മതി അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ എഴുതാം. പക്ഷെ നമ്മൾ ഒരിടത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ, കാരണം ഇതിനൊക്കെ മാർക്ക് ഉള്ളതാണ്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഇതിന്റെ എല്ലാ സ്പ്ലിറ്റപ്സ് ഉണ്ടാവും. റെക്കോർഡ്, ഈ 5 റെക്കോർഡിനും കൂടെ 100 മാർക്സ് ആണ്. ഒരു റെക്കോർഡിന് 20 മാർക്ക് വരും. റെക്കോർഡ് ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ കാണുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ ഏതൊക്കെ റെക്കോർഡ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഈ 5 എടുത്ത് കാണിച്ചാലുണ്ടല്ലോ നമ്മൾക്ക് കിട്ടുന്ന ഇംപ്രഷൻ അത് വേറെ, അപ്രീസിയേഷനും വേറെ തന്നെയാണ്. അപ്പൊ എല്ലാം കൂടെ നമ്മളൊരു ബുക്കിൽ വയ്ക്കുമ്പോഴേക്കും അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു സജഷൻ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ കൊടുത്തെന്താന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു പ്രസ്സിൽ പോയിട്ട് രണ്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് 2 റെക്കോർഡ് വെക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ബൈൻഡ് ചെയ്യുന്നതിനൊക്കെ ചാർജ് ആവില്ലേ. പിന്നെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് രണ്ടും മിഡിലായിട്ട് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു പേപ്പർ മാർക്കോ ബുക്ക് മാർക്കോ എന്തെങ്കിലും വെച്ച് നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ആ പേജസ് ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് കാണിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ കറക്റ്റ് ഇൻഡെക്സിൽ നമ്മൾ പേജ് നമ്പർ ഒക്കെ എഴുതി പോവുകയാണെങ്കിൽ ഈസി ആയിരിക്കും അവർക്ക് അത് നോക്കാൻ. കാരണം ഒരു മോണ്ടിസോറി മെത്തേഡിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി ആണ്. മേക്ക് ഇറ്റ് സിമ്പിൾ. എല്ലാം സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് എന്തിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അമിതമായ സംസാരമല്ല, അതിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുക. ഇന്റർവ്യൂവിന് പോകുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവരെന്താണോ ചോദിക്കുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ട്, വലിയ കൺഫ്യൂസിങ് ആക്കാതെ കോംപ്ലക്സ് ആക്കാതെ വളരെ സിമ്പിളായി ബ്രീഫായിട്ട് ആ ചോദിച്ചതിന് മാത്രം മറുപടി പറയുക. ഒബ്ജക്ടിവിറ്റി, അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മള് ഒരു റെക്കോർഡ് വാങ്ങിച്ച് കുറെ പേജസ് ആയി, ബാക്കി ബാലൻസ് വന്നു, അത് നമ്മൾ യൂസ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്നവർക്ക് അതൊരു പ്രോബ്ലമേ അല്ല. കാരണം സിമ്പിൾ ആയിട്ടാണ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. എല്ലാം സിമ്പിൾ ആയിരിക്കണം. നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആക്ഷൻസ് എല്ലാം, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ആക്ഷൻസ്, അതുപോലെ തന്നെ ഇതെല്ലാം വന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടറിലേക്കും ബിഹേവിയറിലേക്കും ആയിരിക്കുമല്ലോ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അത് ഈ 3 കാര്യം. യെസ് പ്ലീസ്. നമ്മൾ ഈ റെക്കോർഡ് എഴുതുമ്പോൾ അതിനകത്ത് സ്വയമായിട്ട് വരയ്ക്കേണ്ട ഇതൊക്കെ വരുമോ? എനിക്ക് വരയ്ക്കാൻ ഒട്ടും അറിയില്ല. എനിക്കും വരയ്ക്കാൻ അറിയില്ല. സിരിന്ന പേരുന്ന് വിചാരിച്ചു വിളിച്ചാതെ എനിക്കും വരയ്ക്കാൻ അറിയില്ല. ഞാൻ വരച്ചു. കണ്ടോ? അങ്ങനെ വരയ്ക്കേണ്ടതായിട്ട് വരുമോ? തീർച്ചയായും. എനിക്ക് വരയ്ക്കാൻ ഒട്ടും അറിയില്ലായിരുന്നു മാം. പക്ഷേ എനിക്ക് വരയ്ക്കാൻ ഒട്ടും അറിയില്ലാത്ത ആളായിരുന്നു. പക്ഷെ BSc സുവോളജി ആയിരുന്നു, വരയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വരച്ചു പഠിച്ചു. അങ്ങനെയാണ് നമ്മളെ യൂണിവേഴ്സ് ഇങ്ങനെ പോസ് ചെയ്യും. ഡു ഇറ്റ് എന്ന് പറഞ്ഞു പോസ് ചെയ്യും. ഞാന് റെക്കോർഡിന്റെ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നമുക്ക് തന്നെത്താനെ റൈംസ് എഴുതണം, സ്റ്റോറി എഴുതണം. ഇത് കേട്ടിട്ടുണ്ടല്ലോ, അയ്യോ ഹൗ കുഡ് ഐ ഡു ദിസ് പറഞ്ഞു, എന്നെ കൊണ്ട് ഇത് കഴിയില്ല, എനിക്ക് ഒട്ടും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇരിക്കൂ, ജസ്റ്റ് ഒന്ന് ഇരിക്കൂ, നിങ്ങളൊന്ന് ഇരുന്നിട്ട് ആലോചിക്കൂ. അയ്യോ മിസ് എന്നെ കൊണ്ട് പറ്റില്ല. അവസാനം കിട്ടിയ ഫീഡ്ബാക്ക് എന്താണെന്നറിയൂ? മിസ് എവിടെ നിന്നൊക്കെയാ ഐഡിയ വരുന്നത് ഒരു പിടിയില്ല, ഒരെണ്ണം എഴുതി കഴിഞ്ഞപ്പോ കടല് പോലെ വരുക. വേറൊരു കുട്ടി എന്നെ കൊണ്ട് പറ്റിയില്ല, ഞാനിത് ചെയ്യേയില്ല. കാരണം ആള് എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആണ് കേട്ടോ. ഡ്രോപ്പ് ഔട്ട് വേറെ ഒന്നും കൊണ്ടല്ല, ഫൈനൽ ഇയർ ആയപ്പോ കല്യാണം വന്നപ്പോഴേക്കും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല. അതിന്റെ ഭയങ്കര സങ്കടമൊക്കെ ആയിട്ടാണ് ഈ കോഴ്സിന് ഒന്ന് ജോയിൻ ആവുന്നത്. നല്ല ലാംഗ്വേജ് ഒക്കെയാണ്, നാസിക്കിലായിരുന്നു. ഇപ്പൊ ആലുവയിൽ വന്നു. ഞാൻ ഒട്ടും ചെയ്യില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഭയങ്കരമായിട്ട് ആളങ്ങ് ഡൗൺ ആയി ഇങ്ങനെ ഒരു റെക്കോർഡിനെ പറ്റി പറഞ്ഞപ്പോ. അത് കഴിഞ്ഞപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയി. നല്ലൊരു സ്കൂളിലാണ് പോയത്. അവര് നല്ല ലാംഗ്വേജ് ഉള്ളത് കാരണം, നല്ല ലാംഗ്വേജും ഉണ്ട്. പോണ സമയത്ത് ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാ, അയ്യോ എനിക്ക് എങ്ങനെ പറ്റും, എനിക്ക് കൊച്ചുകുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ പിടിച്ചാൽ പോകുന്നത്. വൈകുന്നേരമായപ്പോ ഭയങ്കര ഹാപ്പി, വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു, കുട്ടികൾ എന്റെ പുറകെ തന്നെയായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏകദേശം അക്കാദമിക് ഇയറിന്റെ പകുതി ആയപ്പോഴാണ് ആൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയത്. അവിടെ തന്നെ ജോയിൻ ചെയ്യാൻ അവർ പറഞ്ഞു. റിസൾട്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ, അവരുടെ ഒക്ടോബറിൽ തീരുള്ളൂ. സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ഒന്നും സ്കൂളിൽ ചോദിച്ചില്ല. ആളുടെ പെർഫോമൻസ് കണ്ട് എടുത്തു. സമയമാകുമ്പോൾ അതൊക്കെ സബ്മിറ്റ് ചെയ്താൽ മതി. ഇവർക്ക് വെക്കേഷൻ സമയത്ത് ടീച്ചേഴ്സിന് ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട്, ട്രെയിനിങ് പോലെ, ഒരു ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ആ സമയത്ത് ഒരു ദിവസം ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കഴിഞ്ഞ് അന്ന് ക്ലാസ്സിൽ വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുക, മിസ് ഓൺ ദ സ്പോട്ട് ഞങ്ങൾ കഥയുണ്ടാക്കി, ഓൺ ദ സ്പോട്ട് ഞങ്ങളൊരു പപ്പറ്റ് ഷോ നടത്തി,
എനിക്കിതൊക്കെ പറ്റുന്ന എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നത്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അങ്ങനെ തന്നെയാണ്, സ്പോണ്ടേനിയസ് ആയിട്ടാണ് വരുന്നത്. ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ശരിക്കും. നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെ ഈ ഇമാജിനേഷനും അവര് ക്രിയേറ്റീവ് എങ്ങനെയാവും? യെസ് സിനി പറഞ്ഞു, എന്താ അടുത്ത ഡൗട്ട്? മാം, നമ്മൾ ഈ റെക്കോർഡ് ബുക്ക് മേടിക്കുമ്പോഴേ A4 ടൈപ്പിലുള്ളത് ആണോ മേടിക്കേണ്ടത്? കാരണം ഞാനും പുറത്താണ്, ഗൾഫിലാണ്. അപ്പം ആ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ അവരോട് പറഞ്ഞ് മേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ എന്റെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അന്ന് ചെയ്ത കവറാ, ഒരു 7-8 years ബാക്ക്. ഈവൻ ആ കവറിന് വരെ ഒന്നും പറ്റിയില്ല. ഇങ്ങനത്തെ റെക്കോർഡ് ബുക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഡിഗ്രിക്ക് ഉള്ള ആ ബുക്ക് തന്നെയല്ലേ, ആ റെക്കോർഡില്ലേ ഡിഗ്രി? ഡിഗ്രി ഞാൻ പ്രീ-ഡിഗ്രി ആയിരുന്നു, +2 ആയിരുന്നില്ല. +2 യൂസ് ചെയ്യുന്നതും ഡിഗ്രിക്ക് യൂസ് ചെയ്യുന്നതും ഇതൊക്കെ ഞാൻ ട്രേസ് ചെയ്തതാണ്. പിക്ചേഴ്സ് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാം. ഇത് ആക്ടിവിറ്റി കളർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഉള്ള ആക്ടിവിറ്റിയാണ്, ഞാൻ ട്രേസ് ചെയ്തതാണ്. പിന്നെ നമ്മള് വരയ്ക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ കണ്ടിട്ടില്ലേ, കളി കൊടുക്കുക, മാജിക് പോർട്ടിലൊക്കെ വഴി കാണിക്കുക, ഫൈൻഡ് ദ വേ, അതൊക്കെ നമുക്ക് വരയ്ക്കാനോ. അത് ഞാൻ ചെയ്തത്. ഞാൻ ഇച്ചിരി മടിച്ചി ആയതുകൊണ്ട് ഞാൻ ഇൻഡെക്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇൻഡെക്സ് എഴുതാത്താണ് ഞാനിപ്പോ നല്ല സ്ട്രഗിൾ ചെയ്യുക. കാരണം എനിക്ക് എവിടെ ഏതാന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇനി ഇതൊക്കെ അറിയില്ലേ, ഡോട്ട്സ് ജോയിൻ ചെയ്ത പിക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതൊക്കെ അറിയാം. അതൊക്കെ സിമ്പിൾ വരച്ചാൽ മതി. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പിക്ചേഴ്സ് ഒന്നും വരയ്ക്കാൻ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്പേഴ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുക, പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇതൊക്കെയുള്ളൂ, വേറെ ഒന്നുമില്ല അങ്ങനെ വരയ്ക്കാനായിട്ട്. ഇത് വരയ്ക്കണ്ടേന്ന് പറയൂ, അത് നമ്മൾ സ്വയം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം കണ്ടന്റ്സ് തരും. കണ്ടന്റ്സ് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീം തരും. പിന്നെ നിങ്ങളുടെ ഐഡിയ ആണ്. ആ തീമിനനുസരിച്ച് ഞാൻ എന്ത് പിക്ചർ കളക്ട് ചെയ്യണം, അത് നിങ്ങളുടെ ഐഡിയ ആണ്. ഷോ ദ വേ. ഇതിൽ ഞാൻ ചെയ്തത് ഒരു പപ്പിക്ക് അതിന്റെ കെനലില്, അതിന്റെ കൂടിനടുത്തേക്ക് എത്താനുള്ള വഴി. അത് ടോം കാറ്റ് നമ്മുടെ ജെറി എലിനെ ഓടിക്കുമ്പോ ജെറി എലിയുടെ ഹാളിലേക്ക് എത്താനുള്ള വഴി, അങ്ങനെ എന്താന്ന് വെച്ചാൽ ഏതാണ്. അല്ലെങ്കിൽ ഒരു ബേർഡിന് അതിന്റെ നെസ്റ്റിലേക്ക്, അപ്പൊ നമുക്കൊരു ബേർഡിന്റെ പിക്ചർ, ഞാൻ ഇപ്പൊ പിക്ചർ കട്ട് ചെയ്ത് ഒട്ടിച്ചതാ, ഞാൻ വരച്ചതല്ല. പിന്നെ വഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിങ്ങനെ വരച്ചു വെക്കാലോ. പിന്നെ അതിന്റെ ഒരു കെനലിന്റെ പിക്ചർ കിട്ടി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ EVSന്റെ ഒക്കെ ടെക്സ്റ്റ് ചെറിയ ക്ലാസ്സിലെ ഒക്കെ ഇല്ലേ, അതൊക്കെ പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ ഇപ്പോഴേ കളക്ട് ചെയ്തോളൂ. ഇത് ഞാൻ വരയ്ക്കാൻ അറിയില്ല. തീം ഇതായിരുന്നു, ഷാഡോ, കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കാൻ. മുകളിലത്തെ പിക്ചറാണ് റിയൽ പിക്ചർ. കൈറ്റൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഇത് ഫ്രീ ഹാൻഡ് വരച്ചതാ. നമ്മൾ വരയ്ക്കില്ല എന്ന് വിചാരിക്കും, പക്ഷെ ചിലത് നമുക്ക് പറ്റുമല്ലോ. ചിലർ നന്നായി വരയ്ക്കാൻ അറിയുന്നവരുണ്ട്. പിന്നെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെയും കൂടെ ചേർത്തിരുത്തി ഇതൊക്കെ ചെയ്യിക്കുവാണെങ്കിൽ അവർക്കും വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരായിരിക്കും നമ്മളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബാച്ചിലെ പലരെയും ഹസ്ബൻഡ്, കുട്ടികള്, ഇവരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കളിക്കുടികളിലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് ഇപ്പൊ തരേണ്ട കാര്യങ്ങളല്ല, ലൈക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് റെക്കോർഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. റെക്കോർഡ് ബുക്ക് എനിക്കിത് ഏകദേശം ഒരു 120 pages ഒക്കെയുള്ള റെക്കോർഡ് ബുക്ക് ആയിരുന്നു. ഇതിപ്പോ 2 സൈഡും പ്ലെയിൻ ആണ്. രണ്ട് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് പിക്ചേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ റെക്കോർഡ് അങ്ങനെ ചെയ്തത്. പേജ് എനിക്ക് ശരിക്കും ഈ ആക്ടിവിറ്റിക്ക് പേജ് കുറേ ബാക്കി വന്നു. അപ്പൊ പേജ് കുറെ ബാക്കി വന്നു എന്ന് വെച്ച് വിഷമിക്കണ്ട. ഞാൻ തരുന്ന തീം അനുസരിച്ച് മാത്രം ചെയ്യണമെന്നില്ല, ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. നമ്മളുടെ റെക്കോർഡിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്നുള്ള റെക്കോർഡാണ്. അപ്പൊ അതിനകത്ത് അതർ റിലേറ്റഡ് കാര്യങ്ങൾ, അതായത് നമ്മൾ കളിക്കുടുക്ക, മാജിക് ബോർഡ്, അങ്ങനെ കുറെ കുട്ടികൾക്ക് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന ബുക്സുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം ഇതിനകത്ത് എഴുതേണ്ടത്. അല്ലാതെ ഇതിനകത്ത് കൊണ്ടുപോയി വേറെ എന്തെങ്കിലും എസ്സേയോ ഒന്നും എഴുതി വെക്കരുത്. ഇതിൽ എഴുതാനൊന്നുമില്ല, കംപ്ലീറ്റ് പിക്ചേഴ്സ് ഒട്ടിക്കുക, പസിൽസ്,
ക്രോസ് വേർഡ് പസിൽ, പിക്ചർ പസിൽ, വേർഡ് പസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ റെക്കോർഡ് ബുക്ക് ഏകദേശം ഈ റെക്കോർഡ് ബുക്ക് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ പറയുന്ന വർക്കുകൾ ചെയ്ത് കാണിക്കണോ, അതോ നമ്മൾ എപ്പോഴെങ്കിലും ഈ കോഴ്സ് തീരുന്നതിന് മുന്നേ കാണിച്ചാലും മതി? നമ്മളിത് നിർബന്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾ ഈ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എക്സ്പ്ലോർ യുവർ ഗ്രോത്ത് എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ ഇതാണ്, അതിൽ ഇതിന് എത്ര മാർക്ക് ഉണ്ടെന്ന് പറയണം. സോ ഇറ്റ്സ് യുവർ തോട്ട്, ആറ്റിറ്റ്യൂഡ്, കാരണം ഞാൻ ഇത് ചെയ്യണോ വേണ്ടി എന്നുള്ളത്. പിന്നെ ഈ റെക്കോർഡ് സബ്മിഷൻ ഒന്നുമില്ല, നമുക്ക് വൈവേ ഉണ്ടാവും. ലാസ്റ്റ് എക്സാം കഴിയുമ്പോൾ ഒരു 10 minutes ഒരു കുട്ടിയെ ഫേസ് ടു ഫേസ് ഇതുപോലെ ഗൂഗിൾ മീറ്റില് വൈവ ടൈമിൽ ഞാൻ ചിലപ്പോൾ ചോദിക്കും, സ്റ്റോറി ബുക്കിലെ ഒരു കഥയൊന്ന് പറയാമോ, കണ്ടന്റ് കാണിക്കാനൊന്നും ഞാൻ പറയില്ല, കഥയൊന്ന് പറയാമോ ചോദിക്കും. പക്ഷെ ചിലർക്ക് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളെ കാണിച്ചാലേ അവർക്ക് സന്തോഷം കിട്ടുള്ളൂ. കാരണം അവരവരുടെ പേഴ്സണൽ എഫേർട്ടാണ്, വേറെ എവിടെ നിന്നും കോപ്പി പേസ്റ്റ് ഒന്നും ചെയ്താലേ, എല്ലാവരും തന്നെ ആലോചിച്ച് ചെയ്യണതാണല്ലോ. സോ അവർക്ക് ആ ഒരു കാണിക്കുന്നത് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവർ വേഗം ഇങ്ങനെ ഫുൾ നമ്മൾ ആ വൈവയില് വീഡിയോ ഒക്കെ കാണിച്ചു തരും. പിന്നെ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്താലേ പിന്നെ അത് ഞങ്ങൾക്ക് ഒരു സൈനും സീലും ഒക്കെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര, അതൊരു വാല്യൂ ആണല്ലോ അവരത് ചെയ്തതിന്റെ ഒരു അവരുടെ ആ ഒരു പെർഫോമൻസിന്റെ. അങ്ങനെയാകുമ്പോ അവര് നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നും ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ടും ചെയ്യും കേട്ടോ, എല്ലാവർക്കും വരാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അവർ വരുമ്പോൾ ഈ റെക്കോർഡ് ബുക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരും, അതൊക്കെ സൈൻ ചെയ്ത് സീലൊക്കെ വാങ്ങിയിട്ട് പോകും. പിന്നെ കഴിഞ്ഞ ദിവസം കോൺവെക്കേഷൻ ആയിരുന്നു ഫസ്റ്റ് 3 batchസിന്റെ, അവരും കോൺവെക്കേഷൻ വന്നപ്പോൾ കൊണ്ടുവന്നു, ആ സമയത്ത് സൈൻ ചെയ്തു. ചിലർ പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം എല്ലാമായിട്ട് വരാം, ആ സമയത്ത് ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന്. നമ്മൾ പറഞ്ഞു ഒറ്റയ്ക്ക് ഓരോരുത്തർ വരുന്നതിന് പകരം നിങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ച് ഒരു ദിവസം പറയുവാണെങ്കിൽ, ഞാനിപ്പോ വീട്ടിലിരുന്നല്ലേ ഓഫീസിലേക്ക് ചെല്ലണമല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഇതിൽ ചെയ്തു കഴിഞ്ഞപ്പോ സൈൻ വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹം. ഞാനിത് തന്നെ ചെയ്തത് കൊണ്ടാണ്, ഞാൻ ഗൂഗിൾ ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഇത് വാല്യൂ, കാരണം എന്റെ ഫുൾ എഫേർട്ട് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കണതോ ഡിഗ്രിക്ക് പഠിച്ച റെക്കോർഡൊന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ നമ്മൾ എന്തൊക്കെയോ ആരുടെയൊക്കെ പോയി നോക്കി കോപ്പി അടിച്ച് അങ്ങനെയൊക്കെ ചെയ്തു, എക്സ്പെരിമെന്റ് ഒക്കെ തന്നെ ചെയ്തു എന്നല്ലാണ്ട് എഴുതുന്നത് മുഴുവനും പ്രീവിയസ് ബാച്ചിന്റെ റെക്കോർഡൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും. അത് ടീച്ചേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന, ഇത് നോക്കി എഴുതിയാൽ മതി എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ 10 പേരുടെ റെക്കോർഡ് 10 രീതിയിലായിരിക്കും, അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അതാണ് നമുക്ക് ഇഷ്ടം, അങ്ങനെ ചെയ്യാനും ഇഷ്ടം, കോപ്പി ചെയ്യാൻ ആർക്കും തോന്നില്ല. അതാണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത. അപ്പോ നിങ്ങൾക്ക് പാർട്ട് 3 എത്തുമ്പോഴാണ് മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുന്നത്. ഞാൻ തുടക്കത്തിൽ ചില കാര്യങ്ങളൊന്ന് ആഡ് ചെയ്ത് പോകുന്നു, വേറൊന്നും കൊണ്ടല്ല. വളരെയധികം പൊട്ടൻഷ്യൽ ഒരു കുട്ടിയുണ്ട് ഒരു ബാച്ചില്. ആ കുട്ടി അതിന് ഇന്റർവ്യൂവിൽ ജോലി കിട്ടിട്ടോ, അവരുടെ കോഴ്സ് തീരുന്നതിന് ഡിസംബറിലാണ്, പക്ഷെ ജസ്റ്റ് അറ്റൻഡ് ചെയ്തു, അതിന് ജോലി കിട്ടി സ്കൂളില്, KG സെഷനിൽ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം എല്ലാം കൂടി ഷെഡ്യൂൾ ചെയ്യാൻ ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ച് റെക്കോർഡെല്ലാം പുള്ളിക്കാർ വേഗം എഴുതുക. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ എല്ലാത്തിനും പിക്ചേഴ്സ് വേണമല്ലോ മിസ്, ഞാൻ AI-ന്ന് പിക്ചേഴ്സ് എടുത്ത് ഒട്ടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വാട്ട്സ് യുവർ റോൾ എന്ന് ചോദിച്ചു. അപ്പം മാം അതായിരിക്കുമല്ലോ നല്ലത്, കുട്ടികൾക്ക് ചില കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ അല്ലേ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ AI-യോട് ചോദിച്ചു. AI-യോട്, അതായത് ഒരു കഥ, നമ്മളിപ്പോ ഒരു കഥ എഴുതുവാണെങ്കിൽ ആ കഥയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ച് പിക്ചർ നമ്മൾ ലെഫ്റ്റ് സൈഡില് ഒട്ടിക്കണം, അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റുന്നവർ വരയ്ക്കണം, അങ്ങനെ ചെയ്യാം. അപ്പൊ ഓരോ കഥ AI-യോട് പറഞ്ഞു കൊടുക്കും ഈ കുട്ടി. അപ്പൊ അതിന് അനുസരിച്ചുള്ള പിക്ചർ എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് AI-യോട് പറയുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം അവർക്ക് മോണ്ടിസോറി മെത്തേഡ് പാർട്ട് 3ലേക്ക് എത്തിയിട്ടില്ല. ഇതെല്ലാം ഇംഗ്ലീഷിലാണ് ചെയ്യേണ്ടത്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ മീഡിയം തന്നെ ഇംഗ്ലീഷാണ്, മലയാളം അല്ല. ഇംഗ്ലീഷ് നമ്മൾ വീക്കായെന്ന കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യാ, സ്ട്രോങ് ആ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് ആരാ എടുക്കുന്നേ? അശ്വതി. ഞാൻ നല്ലപോലെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും, കുറെ ആക്ടിവിറ്റീസും എല്ലാം ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മിസ്സാണ്. മിസ് നന്നായി എടുക്കും, നന്നായിട്ട് ക്ലാസ് എടുക്കും. നിങ്ങൾ യൂസ് ചെയ്യൂ, ആ പ്ലാറ്റ്ഫോം ഒന്ന് യൂസ് ചെയ്യൂ. നിങ്ങൾ ചില കുട്ടികൾ എന്താ, ചില ബാച്ചുകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ഒരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യും. എന്നിട്ട് അതിൽ ഇതുപോലെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവാനുള്ള ആക്ടിവിറ്റീസ് അവർ തന്നെ ചെയ്യും. നിങ്ങൾക്ക് കുറെ ആക്ടിവിറ്റീസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ട്രൈ ചെയ്യാം.
നമുക്കറിയാം A to Z ആൽഫബറ്റ്സ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയും ആൽഫബറ്റ്സ് ഉണ്ട്. ഈ ആൽഫബറ്റ്സിൽ A എന്നുള്ള ലെറ്ററിൽ തുടങ്ങുന്ന വേർഡ്സ് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട്, പഴയ കുട്ടികളുടെ നോട്ട്ബുക്കിൽ പേജ് ഉണ്ടെങ്കിൽ അതായാലും മതി, ഒരു ഡയറി ആയാലും മതി, നോട്ട്ബുക്ക് എടുത്തിട്ട് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർമ്മ വരുന്ന എല്ലാ വേർഡ്സും ഒരു 2 പേജ് എന്നുള്ള ലെറ്ററിന് വെക്കുവാണെങ്കിൽ ഓർമ്മ വരുന്ന കിട്ടുന്ന അതെല്ലാം അതിലേക്ക് എഴുതി വെക്കും. പിന്നെ ബി, അങ്ങനെ ഇസഡ് വരെ നമുക്ക് കിട്ടുന്ന വേർഡ്സ്, നമ്മുടെ വേർഡ് പവർ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ വേർഡ്സ് എടുക്കുമ്പോൾ അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതായത് ഒരാളുടെ പേര് എഴുതുന്നതിനേക്കാളും നല്ലത് ഒരു ആക്ഷൻ വേർഡോ അല്ലെങ്കിൽ ഇത് വേർബോ അല്ലെങ്കിൽ നൗൺ പ്രോനൗൺ അല്ല, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ, ലൈക്ക് ഹ്യൂമൻ ബീയിങ്ങിന്റെ പേരല്ലാതെ, പ്ലേസിന്റെ പേരല്ലാതെ, ആപ്പിൾ, അങ്ങനെ ഓറഞ്ച്, അല്ലെങ്കിൽ അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടാകും, ഫ്ലവേഴ്സ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ളത് ഹ്യൂമൻ ബീയിങ്ങിന്റെ പ്ലേസിന്റെയും നെയിം അല്ലാതെ ബാക്കിയുള്ള ഒബ്ജക്ട്സിന്റെ നെയിം ഉണ്ട്. ഫർണിച്ചേഴ്സ്, ഹോം അപ്ലയൻസസ്, അതിന്റെയൊക്കെ പേരൊക്കെ എഴുതി വെക്കാം. അങ്ങനെ എന്തോ ആക്ഷനുള്ള പേര് എഴുതാമോ? അതെ, ആക്ഷൻ ഉള്ളത് എഴുതാം. ഇത് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ്ങും അറ്റ്ലീസ്റ്റ് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ നോക്കാൻ പറ്റുവാണെങ്കിൽ, അത് ഭയങ്കര വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് അല്ലെ, വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ പിക്ചേഴ്സ് ഒക്കെ നോക്കാം. പിന്നെ എല്ലാവരും ഫോണില്, ഞാൻ പറഞ്ഞു തന്നോന്ന് അറിയില്ല, പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേർഡ് വെബ്, ചിലർക്കൊക്കെ അറിയായിരിക്കും. വേർഡ് വെബ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അതൊരു ഡിക്ഷണറി ആണ്, പക്ഷെ ഒരു സാധാരണ ഡിക്ഷണറിയേക്കാളും ഒന്നുകൂടി പറഞ്ഞ വേർഡ് വെബ്. ഒരു മിനിറ്റ്, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ചേക്കാം. പറ്റുന്ന ആരെങ്കിലും, മനസ്സിലായ ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടോ. ഉണ്ടോ? ഇതായിരിക്കും അതിന്റെ ആ സിമ്പിൾ വേർഡ് വെബ്, WORD WEB. ഇതൊന്ന്, താങ്ക് യു രശ്മി, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട്. ഇതിന്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വൺസ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നെറ്റ് കണക്ട് ചെയ്യാതെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡേറ്റ ഒന്നും വേണമെന്നില്ല. ഇതൊരു ഡിക്ഷണറി പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡ് എടുത്ത് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇതിനകത്ത് ആ വേർഡ് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കൊടുത്തിട്ടുണ്ടാവും, യൂസിങ് ഫോണറ്റിക്സ് ലെറ്റേഴ്സ്. സൗണ്ട് ഇല്ല കേട്ടോ, അതിന്റെ പ്രൊനൗൺസിയേഷൻ ഉണ്ടാവും. അതുകൂടാതെ മിക്ക വേർഡ്സിനും അത് വെച്ചിട്ടൊരു സെന്റൻസ് മേക്കിംഗ് ഉണ്ടാകും, ഒരു സെന്റൻസ് ഉണ്ടാവും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ്സ് ഉണ്ടാവും, ചില സമയത്ത് അഡ്ജക്റ്റീവ് ഒക്കെ കാണുമായിരിക്കും. അപ്പൊ നമുക്ക് നല്ലപോലെ നമ്മുടെ വേർഡ് പവർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കറക്റ്റ് സ്പെല്ലിംഗ് കിട്ടും, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടും, കറക്റ്റ് മീനിങ് കിട്ടും, അത് വെച്ചൊരു സെന്റൻസും കിട്ടും, അതിന്റെ ഓപ്പോസിറ്റും കിട്ടും. കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ഹെൽപ്ഫുൾ ആണ്. ഇതിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് പാർട്ട് 2 ചെല്ലുമ്പോൾ സൈക്കോളജി പാർട്ടില് നമുക്കൊരു ലെസൺ ഉണ്ട്, ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ട്. നമ്മള് ശരീരം കൊണ്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന പോലെ മനസ്സുകൊണ്ട് മെന്റൽ ഒരു ഡിഫൻസ് ഉണ്ട്. അതാണ് അതിനകത്ത് വരുന്നത്. കംപ്ലീറ്റ് അത് സൈക്കോളജി റിലേറ്റഡ് ആണ്. അപ്പൊ ആ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഓരോ വേർഡും എടുത്ത് ഈ വേർഡ് വെബിൽ കൊടുത്താൽ അത് പല കോണ്ടെക്സ്റ്റിലുള്ള മീനിങ് ചില വേർഡുകൾക്ക് കൊടുക്കും. അപ്പൊ അതിന്റെ കോമൺ ആയിട്ടുള്ള മീനിങ് കൊടുത്തിട്ടുണ്ട്. ഇൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും ഓരോ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി നല്ലൊരു ആപ്പാണിത്, നമുക്ക് യൂസ് ചെയ്യാം. അത് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. പിന്നെ നമ്മള് സിമ്പിൾ ഇംഗ്ലീഷാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ശശി തരൂർ സ്റ്റൈൽ ഒന്നും നമുക്ക് വേണ്ട. കാരണം നമ്മൾ കൊച്ചുകുട്ടികളോടാ സംസാരിക്കാൻ പോണത്. അപ്പൊ നമുക്ക് സിമ്പിൾ ഇംഗ്ലീഷ് മതി. പിന്നെ വീട്ടിലൊരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ, സ്കൂൾ ഗോയിങ് കുട്ടികൾ ഉണ്ടെങ്കിൽ, മിക്ക കുട്ടികളൊക്കെ അത്യാവശ്യം നല്ലപോലെ ഇംഗ്ലീഷ് ഒക്കെ പറയുന്നവരാണ്, അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുക. അവരൊരിക്കലും നമ്മളെ കളിയാക്കില്ല, ഭയങ്കര സപ്പോർട്ടായിരിക്കും. ഞാനൊരു മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി ആയിരുന്നു എനിക്ക്. ഞാൻ എറണാകുളം സെന്റ് ജോസഫ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തു. കാരണം മലയാളം മീഡിയത്തിൽ നിന്ന് നേരെ അങ്ങോട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക്. പിന്നെ ഇംഗ്ലീഷ് ആണല്ലോ മീഡിയം. മാത്സിന്റെ ഒക്കെ ചില വേർഡ്, ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു അന്ന്. ഫസ്റ്റ് ഗ്രൂപ്പാണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. പിന്നെ ഇംഗ്ലീഷും. ഞാൻ പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത് ഫ്രഞ്ച് ആയിരുന്നു. ഫ്രഞ്ച് എളുപ്പമായിരുന്നു പഠിക്കാൻ.
പക്ഷെ ഈ മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും പല ടേംസും മലയാളത്തിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് ആയിപ്പോഴേക്കും ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൊച്ചിയിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫോറിനേഴ്സ് നിറയെ വരും. അങ്ങനെ ഞാൻ ബസ്സിൽ എങ്ങനെ ഇരിക്കും, എന്റെ ബാക്കില് ഫോറിനർ കപ്പിൾസ് ഇരിക്കുക, അവർ ഇംഗ്ലീഷ് സംസാരിക്കും, ഭയങ്കര ആക്സെന്റ്. അവരുടെ ആക്സെന്റ് കേട്ടപ്പോ എനിക്ക് ശരിക്കും കൊതി വന്നു, എനിക്ക് എന്താണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക, സംസാരിക്കുകയല്ല അറ്റ്ലീസ്റ്റ് അവരുടെ ഭയങ്കര പോഷ് ഭയങ്കര സ്റ്റൈൽ ആക്സെന്റിൽ സംസാരിക്കുമ്പോൾ അത് എനിക്ക് മനസ്സിലാകുക, അത് കേട്ടിട്ട് അവരോട് തിരിച്ച് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് അന്നത്തെ ആ ഒരു ചെറിയ പ്രായത്തിൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ എഞ്ചിനീയറിങ്ങിനാ പോയത്. അവിടെ പിന്നെ ലാംഗ്വേജ് ഒന്നും ഇല്ലല്ലോ, കംപ്ലീറ്റ് ടെക്നോളജിയും ടെക്നിക്കൽ കാര്യങ്ങളും അല്ലേ. അവിടെ പോയിട്ട് കാര്യമായ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല. ബട്ട് 2000 എഞ്ചിനീയറിംഗ് പാസ്സായി 2017 ഞാൻ മോണ്ടിസോറിക്ക് ജോയിൻ ചെയ്യുന്നത്. മോണ്ടിസോറിക്ക് ജോയിൻ ചെയ്ത ആ ഒരു വർഷം എനിക്കുണ്ടായ മാറ്റം ഭയങ്കരമായിരുന്നു. എന്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ആയി. ഇംപ്രൂവ് മീൻസ് അങ്ങനെ സ്റ്റൈലിഷ് ഒന്നും അല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാത്രമാണ് സംസാരിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണിഷ്മെന്റ് ഉണ്ടായിരുന്നു. പണിഷ്മെന്റ് വേറെ ഒന്നല്ല കേട്ടോ, ഡിസ്കോ ഡാൻസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പണിഷ്മെന്റ്. അപ്പൊ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ മലയാളം പറയുമ്പോൾ ഡിസ്കോ ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? കാരണം ഫേസ് ടു ഫേസ് അല്ലല്ലോ, ഓൺലൈൻ അല്ലേ. അപ്പൊ അങ്ങനെ അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷെ ഇതുവരെ പണിഷ്മെന്റ് ഒന്നും കിട്ടിയില്ല, മാക്സിമം യൂസ് ചെയ്തു. ഡാൻസ് ചെയ്യാനുള്ള മടിയായിരുന്നു. അത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഗ്രാമർ ഒന്നും അധികം ഉണ്ടായില്ല. പിന്നെ വൺസ് നമ്മള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗ്രാമർ വരും. അത് എങ്ങനെ വരുന്നു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ സംസാരിക്കുന്ന ടോണിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന റീഡ് എന്ന് പറയുന്നത് നമ്മൾ റെഡ് പറയേണ്ടി വരും ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോ അല്ലെ. അപ്പൊ അതൊക്കെ വരും, കറക്റ്റ് ആയിട്ട് നമുക്ക് വരും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യാതെ നടക്കുകയില്ല. കാരണം നമ്മൾ ചെല്ലുന്നത് KG ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാനാ. ഒരു സ്കൂളിലെ KG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികളുടെ ലാംഗ്വേജിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ KGയിൽ നിന്നാണ്. അവര് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും, നമ്മുടെ വായിൽ നിന്ന് എന്താ വരുന്നതെന്ന് ഈ കുഞ്ഞുങ്ങള്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുഞ്ഞുങ്ങളോട് ഭയങ്കര ടഫ് വേർഡും വൊക്കാബുലറിയുടെ ആവശ്യമില്ലല്ലോ, സിമ്പിൾ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. പിന്നെ യൂസ് ചെയ്യുന്ന വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഫോണറ്റിക്സിന്റെ ക്ലാസ് കിട്ടും, അപ്പം നമുക്ക് പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ തമ്മിൽ എല്ലാരും കൂടെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ ഇതിനകത്ത് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന കുറെ പേരുണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ നാഗാലാൻഡിൽ നിന്നുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് ബ്രീഫ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് വിട്ടുപോയല്ലേ. ഓക്കെ, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, ആകെ 2-3 സെന്റൻസേ പറഞ്ഞുള്ളൂ. എനിവേ അവർക്ക് മെസ്സേജ് കൊടുക്കാം, ലാസ്റ്റ് 5 minutes നിങ്ങൾ കേട്ടാൽ മതി എന്ന്. ഇത്രയും കാര്യങ്ങൾ അവരുടെയും ഹെൽപ്പ് നമുക്ക് കിട്ടും. ഞാൻ അത് അവരോടും പറഞ്ഞു, ഞങ്ങൾക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടി വരും. എനിക്കും വളരാം, നമുക്ക് ഓരോരുത്തർക്കും വളരാലോ. മോണ്ടിസോറി മെത്തേഡിന്റെ രീതികൾ അതാണ്. മ്യൂച്വൽ ഹെൽപ്പ്, ഇവിടെ സെൽഫിഷ്നെസ്സിന് സ്ഥാനമില്ല. മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, പരസ്പരം സഹായിക്കുക. വൺസ് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്താൽ ഹെൽപ്പ് കിട്ടിയ ആള് മനസ്സിലത് ഉണ്ടായിരിക്കണം, തിരിച്ച് റിട്ടേൺ ഗിഫ്റ്റ് പോലെ ആ ഹെൽപ്പ് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം. എന്നെ ഇപ്പൊ ലവ്ലി ഹെൽപ്പ് ചെയ്തു, ലവ്ലിയുടെ പേര് മാത്രമായിട്ട് കാണുന്നുള്ളൂ. ലവ്ലി ഹെൽപ്പ് ചെയ്തു, എന്റെ മനസ്സിലത് എന്നും ഉണ്ടാവണം. എന്തെങ്കിലും ഒരു കാലത്ത് എനിക്ക് അതൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ ലവ്ലിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണം. ദാറ്റ് ഇസ് റെസിപ്രോക്കൽ ഹെൽപ്പ്. പിന്നെ ഇതിന്റെ കൂടെയൊക്കെ വേറെ സംഭവങ്ങളുണ്ട്. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, സെൽഫ് ഹെൽപ്പ്. ഞാൻ എന്നെ സ്നേഹിക്കണം, എന്നെ റെസ്പെക്ട് ചെയ്യണം. എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഹൗ ഐ ക്യാൻ ഡു ഇറ്റ് ടു അതേഴ്സ്. എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്നെ മാത്രവും ചെയ്യരുത്, എന്നെയും ചെയ്യണം, എന്റെ ചുറ്റുമുള്ളവരെയും ചെയ്യണം. അതാണ് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത. ആൻഡ് ഫോർ കിം ആൻഡ് ചോങ് വേറെ 2 പേരുണ്ട്, അവരുടെ പേര് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. First one was strength. Strength is the force of our muscle for doing any activity. That is our capacity that is related with strength. And endurance, that is stamina, muscle power, anything we can say. That is the ability to perform any activity without weakness.
So from the third point onwards, we will discuss in the next class. Okay. So I will tell you in the next class about the details of records and all the things. ഓക്കെ, ഇത് കിമ്മിന്റെ ചോങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഈ ഡ്യൂട്ടി എന്നും ഞാൻ ചെയ്യണമെന്നില്ലാലോ, നിങ്ങൾക്ക് ചെയ്യാലോ. കഴിഞ്ഞ ദിവസം സജ്ജന ചെയ്തല്ലേ, സജ്ജന ആരോ ചെയ്തിരുന്നല്ലോ. ഓക്കെ, ക്ലാസ് ഇങ്ങനെ സ്ലോയില് പോകുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട. അയ്യോ PDF കുറെ ഇനി ഉണ്ടല്ലോ, തീരില്ലല്ലോ, അങ്ങനെ പറ്റി ചിന്തിക്കേണ്ട. ദിസ് ഇസ് അവർ മെത്തേഡ്. വി ആർ ഷെയറിങ് ഓൾ ദ തിങ്സ് ടുഗദർ. നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നു. We are helping each other and we all are growing together. ഓരോരോ കുട്ടികളെ മുന്നിൽ വരുമ്പോഴാണ് ഞാൻ ബെറ്റർ ആകുന്നത്. അല്ലാതെ ഞാൻ ഇങ്ങനെ ഭയങ്കര ആദ്യമേ തന്നെ ബെസ്റ്റ് ഒന്നും ആയിരുന്നില്ല. ഞാനിങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക ഡേ ബൈ ഡേ. ഓക്കെ, ഓരോ ബാച്ച് വരും തോറും കൂടുതൽ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും തോറും. സോ വിത്തൗട്ട് യു പീപ്പിൾ ഐ ആം നത്തിങ്. With the support of you people, I will become far more better. Okay. Thank you so much. And sign out undo. Yes, ma'am. Today we discuss about content of physical fitness and how it is important for our healthy life. Healthy habits can cause better physical and mental health. Thank Jisha ma'am for patiently explain all the topics. See you all in the next class. Signing out by Ashidi Dev. Okay, anything you want to share? Time ഉണ്ട്, 2-3 minutes കൂടെ നമുക്ക് സംസാരിക്കാം. സോ റെക്കോർഡ് ബുക്ക് എങ്ങനത്തെയാന്ന് മനസ്സിലായല്ലോ. ഇതിങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കണായിരുന്നു കേട്ടോ. എനിക്കത് കീറി എടുക്കാൻ ഒരു മടി, ഫ്രണ്ട് പേജ് ഒന്നും കാണിക്കാനായിട്ട് ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് 5 റെക്കോർഡ് ബുക്ക് വേണം. യു ഓൾ ഹൗ ടു ബൈ 5 റെക്കോർഡ് ബുക്സ്. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ നല്ല കോളേജ് നോട്ട് ബുക്ക് വാങ്ങിച്ച് നല്ല പോലെ കവർ ചെയ്ത് വെക്കാം. പക്ഷെ റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കവർ നല്ല കട്ടിയുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഭാഗം. ഇതെങ്ങനെ ഇരിക്കും, ഒരു 8 years ആയിട്ട് എന്റെ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ, കാരണം എന്റെ കുട്ടികൾ അന്ന് ചെറുതായിരുന്നു. അവര് പ്ലീസ് ഈ റെക്കോർഡ് ബുക്ക് കവർ ചെയ്യണം എന്നുള്ള നിർബന്ധമാണോ മാം? ചെയ്തൂന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. പല കുട്ടികളും സൈൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോ അങ്ങനെ കവറൊന്നും ചെയ്തിട്ടുണ്ടായില്ലായിരുന്നു. അതെന്താ, നല്ല കട്ടിയാണേ, കട്ടിയുള്ള ബൈൻഡിങ് പോലത്തെ ഒരു കട്ടിയില്ല, ആ ഒരു തിക്നെസ് ഉണ്ട്. ഇങ്ങനെ വളഞ്ഞൊന്നും പോകുന്നില്ല, ഈ എഡ്ജസ് ഒന്നും വളയൊന്നുമില്ല. പിന്നെ അതിന്റെ പുറത്ത് മുഴുവനും ഈ കെമിസ്ട്രി ലാബിന്റെ ഫോട്ടോയും അതും ഇതൊക്കെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ കവർ ചെയ്തത്. പിപ്പറ്റും ബ്യൂററ്റും ടെസ്റ്റ് ട്യൂബും അങ്ങനെയൊക്കെയുള്ള കുറെ പിക്ചേഴ്സ് ആണ്. അപ്പൊ നമ്മളുടെ ഇതുമായിട്ട് അത് അത്ര മാച്ച് അല്ലല്ലോ. അന്ന് കവർ ചെയ്താട്ടോ, 8 years ബാക്ക് കവർ ചെയ്തതാ. ബ്രൗൺ പേപ്പർ ക്വാളിറ്റി. പിന്നെന്ന് വെച്ചാല് ഞാൻ ചെയ്തതാണല്ലോ, ഇറ്റ്സ് മൈ എഫേർട്ട് എന്നുള്ള രീതിയിൽ വയ്ക്കുന്നതാണ്. 5 റെക്കോർഡ് ബുക്ക് വേണം. 3 എണ്ണം റൈറ്റ് സൈഡ് റൂൾഡ് വരയിട്ടതും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും ആയിരിക്കണം. 2 എണ്ണം 2 സൈഡും പ്ലെയിൻ ആണെങ്കിൽ നന്നായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഈ പിക്ചർ ഒട്ടിക്കുമ്പോ, ഇപ്പൊ ഞാനിവിടെ ഫൈൻഡ് ദ ഡിഫറൻസസ് നമുക്ക് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആട്ടോ. ടോം ആൻഡ് ജെറിയുടെ ചേസിൽ 2 പിക്ചർ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്, കണ്ടുപിടിക്കാന്നത്. ഇത് ഞാനൊരു ലൈനുള്ള എന്തോ മാം വരച്ചതാണോ? അല്ലല്ല, ഇത് പിക്ചർ കട്ട് ചെയ്ത് ഒട്ടിച്ചതായി. വരയ്ക്കാട്ടോ. വരയ്ക്കുമ്പോ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യണ്ടേ, ഡിഫറൻസസ് ഉണ്ടാക്കണം. ഇതിപ്പോ അങ്ങനെ തന്നെ ഒരു ആക്ടിവിറ്റി ഒരു ബുക്കിൽ കണ്ടു, കട്ട് ചെയ്തു ഒട്ടിച്ചു. ഇവിടെ ഇങ്ങനെ ലൈൻസ് പോവുകയാണെങ്കിൽ നമ്മളുടെ നോട്ടം ഈ പിക്ചറിനേക്കാളും കൂടുതൽ ഈ ലൈനിലേക്ക് എത്തില്ലേ. പിന്നെ ഒരു കാര്യം, ഇതെല്ലാം നമുക്കുള്ള റെഫറൻസാ, വേറൊരാൾക്ക് കൊടുക്കാനുള്ളതല്ല. ഈവൻ കുട്ടികൾക്ക് പോലും നമ്മൾ ഇത് അങ്ങനെ കൊടുക്കരുത്. കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ആണ്. ശരിയാണ്, നമ്മൾ ഒരിടത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഇന്ന് അവരെ എന്ത് ആക്ടിവിറ്റി ചെയ്യിക്കണം, നമ്മുടെ റെഫറൻസ് ആണ് ഈ ബുക്ക്. ഇതെടുക്കുക, ഇതിനകത്ത് നോക്കിയിട്ട് ഇതിനനുസരിച്ച് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. ഈ റെക്കോർഡും കൊണ്ട് പോകരുത്. കാരണം അവർ കുട്ടികളല്ലേ, അവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും. അവർ മറിച്ച് നോക്കി പേജസ് ഒക്കെ ഒരുമാതിരിയാകും. അത് മാത്രല്ല, 20-25 കുട്ടികൾക്ക് ഈ ഒരു റെക്കോർഡും കൊണ്ട് നമ്മൾ പോയി കാണിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എന്നെ കാണിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി സങ്കടകരമായ പരാതികൾ അവർ പറയും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അത് കൊണ്ട് ഇത് നമ്മളുടെ റെഫറൻസാ, ഇത് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക.
പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി റെക്കോർഡ് ഡീറ്റെയിൽസ് തരാം. അപ്പൊ ചെയ്ത് തുടങ്ങാലോ. കാരണം വൈവയ്ക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഒരു കഥ, കുട്ടികളിങ്ങനെ എല്ലാം ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ചിട്ടേ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. നമ്മൾ ആദ്യമേ തുടങ്ങുകയാണെങ്കിലാണ് നമുക്ക് സമയമെടുത്ത് നമുക്ക് ആലോചിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചെയ്യും. അതുകൊണ്ട് മാം ഹെൽത്തിനെ പറ്റി ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ മാം, അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. ഓക്കെ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. നമുക്ക് ഈ വൈവ സെക്ഷൻ എന്ന് പറയുന്നത് ലാസ്റ്റിലായിരിക്കും, നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും? ക്ലാസ് കഴിഞ്ഞെന്നല്ല, നിങ്ങൾക്ക് മോഡൽ എക്സാമും മെയിൻ എക്സാമും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് മെയിൻ എക്സാമിന്റെ ഏതെങ്കിലും 2-3 പേപ്പറൊക്കെ കഴിയുമ്പോഴേക്കും പതുക്കെ നമ്മൾ സ്ലോട്ട് ഇട്ട് തുടങ്ങും. അപ്പൊ അത് ഒരു ദിവസം 5 പേരെയോ 6 പേരെയൊക്കെ പറ്റുള്ളൂ. എത്ര ടീച്ചർമാരുണ്ടോ അവര് തന്നെയായിരിക്കും വരിക. ഞങ്ങൾക്കൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് വന്നിരുന്നു. നമ്മൾ പക്ഷെ അങ്ങനെ ചെയ്യിക്കുന്നില്ല, ഞങ്ങൾ തന്നെയായിരിക്കും. കാരണം ഞങ്ങൾക്കറിയണം നമ്മുടെ കുട്ടികൾ എന്തെല്ലാം ചെയ്തു, മോണ്ടിസോറി മെത്തേഡ് ഉള്ളിലേക്ക് കയറിയോ. നിങ്ങളൊരു ടീച്ചറായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ടീച്ചറായി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും കിട്ടിയോ, അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വൈവയാണ്, ഞാൻ വേറെ ഒന്നുമല്ല. അത് ചിലപ്പോൾ മെയിൻ എക്സാമും കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്കൊരു 10 months കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഈ 11th month എക്സാമും വൈവയും എല്ലാം ചെയ്ത് ഒരു എന്താ പറയുക, ഒരു നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും എത്രയും പെട്ടെന്ന് 1 year തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് 10 months തിയറി പാർട്ട് തീർക്കുന്നത്. ഡിലേ ആക്കില്ല. ആലോചിക്കുണ്ടാവും, ഞാൻ വന്നിട്ട് ആകെ 2 sentence പറഞ്ഞോളൂ. എന്റെ രീതി അങ്ങനെയാണ്. എനിക്ക് PDF മുഴുവൻ വായിക്കണേക്കാളും കണക്ട് ചെയ്യുക, റിലേറ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കേൾക്കുക, നിങ്ങളുടെ കുറെ എന്താ പറയാ, നിങ്ങളുടെ കുറെ സജഷൻസ്, ഒപ്പീനിയൻസ്, ക്രിറ്റിസിസ് അതും കേൾക്കുക. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ക്രിറ്റിസിസ് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. നമ്മളൊരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അനാലിസിസ് ചെയ്യണം, എന്നെ തന്നെ അനലൈസ് ചെയ്യണം, സെൽഫ് ജഡ്ജ്മെന്റൽ ആയിരിക്കണം, എന്നെ തന്നെ ഞാൻ ജഡ്ജ് ചെയ്യണം, പിന്നെ സെൽഫ് ക്രിറ്റിസിസ് ആയിരിക്കണം, നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യണം. ഈ 3 കാര്യം വേറൊരാളിൽ നമ്മൾ ചെയ്യരുത്. മറ്റുള്ളവരെ അനലൈസ് ചെയ്യാനോ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനോ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ല നമ്മുടെ നേരം. നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക. ഓക്കെ, സെൽഫ് ജഡ്ജ്മെന്റൽ ആയിരിക്കും. ഓക്കെ ഫൈൻ. പ്യൂരിഫൈഡ് ഹാർട്ടായിട്ട് മാറണം. നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം ഓരോ ദിവസം കഴിയുമ്പോഴും പ്യൂരിഫൈഡ് ആകും. സാൻഡ് പേപ്പർ കട്ടിങ് ചെയ്തു തുടങ്ങിയപ്പോഴും ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ചെയ്തു തുടങ്ങിക്കോ. കാരണം ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് മാത്രമല്ല, നമ്മളിപ്പോ എ എന്നുള്ള ലെറ്റർ ഒരു 2 ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. കാരണം എ എന്നുള്ള ലെറ്റർ മാത്രമല്ല, അങ്ങനെ ഓരോ ലെറ്റേഴ്സും ഓരോ നമ്പേഴ്സും നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുക. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആകുമ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുക. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ 26 ആൽഫബറ്റ്സ് മാത്രം 26 എണ്ണേ നമ്മുടെ കയ്യിലുള്ളൂ. കുട്ടികൾ 30 പേരുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം വെച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 2 സെറ്റ് 3 നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾ ചെയ്യാം. അത് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ കുട്ടികളുടെ കയ്യിലേക്കും കൊടുക്കാനായിട്ട് പറ്റും. മിക്കവരും ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതൊന്നും ഇല്ലാണ്ടാ വരണേ. കാരണം സ്കൂളുകാർ അത് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചു വെക്കുക. എഴുതാൻ മടിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ എഴുതാൻ തുടങ്ങി സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊണ്ടുപോയപ്പോ. ടീച്ചർമാർ ഉപേക്ഷിച്ച കുട്ടികളുണ്ടായിരുന്നു, അവനെ നോക്കണ്ട, അവൻ എഴുതേയില്ല, അങ്ങനെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ കുട്ടികളെ വരെ നമ്മുടെ പിള്ളേരെ എഴുതിച്ചു, വായിപ്പിച്ചു. ഓക്കെ, അതാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് അത്രയുണ്ട്. നിങ്ങൾ വേറൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഇത് ചെയ്യണം. വൈവയ്ക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് 10ലാണ് നമ്മൾ മാർക്ക് ഇടുന്നത് ഓരോ സെഷനും. എന്നിട്ട് 100ലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന് ഞാൻ 10ൽ 5 മാർക്ക് കൊടുക്കും. പിന്നെ ബാക്കി മെറ്റീരിയൽസ് നിങ്ങൾ കുറേ ഉണ്ടാക്കി വെച്ചോ, ഈ ഒരു സാധനം ഇല്ലെങ്കിൽ ആ 5 മാർക്സ് അവിടെ കുറയും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത്രയും റിസൾട്ട് ഇതിന് കിട്ടി. പലയിടത്തും ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ട് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടോ, അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അധികം കോസ്റ്റ്ലി അല്ലല്ലോ. നോക്കൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ ദെൻ ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മിസ്.
Bye. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you so much.